ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ പേര് അനീഷ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു അടിപൊളി ഒരു പുതിയ വ്ളോഗുമായിട്ടാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗിന്റെ മെയിൻ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മള് നയാഗ്ര പോവാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ 3 അംഗങ്ങളും ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം ആരും അവരുടെ മുഖം കാണിക്കാൻ തയ്യാറാവുന്നില്ല. നമുക്ക് വഴിയെ അവിടെ ഇവിടെയൊക്കെ വെച്ച് എല്ലാരെയും പരിചയപ്പെടാം. അപ്പോ ഇന്നത്തെ വിശേഷങ്ങള് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെറ്റാണ്. നിങ്ങൾക്ക് എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് പോകുന്ന വഴികളും നയാഗ്ര ട്രിപ്പും പിന്നെ നയാഗ്രയും എല്ലാം കാണാം. കൂട്ടത്തിൽ വേറെ എവിടെയൊക്കെ കൊണ്ടുപോവാന്ന് ഞങ്ങളുടെ സാരഥി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാരഥി എന്താ പറയാ, വെള്ളിത്തിരയിലേക്ക് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സാരഥിയെ നമ്മൾ തൽക്കാലം കാണിക്കുന്നില്ല. സാരഥി റെഡിയായാൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കപ്പോ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന് എത്ര കാലമായിന്ന് അറിയോ? 1.5 കൊല്ലമായി ഈ സ്ഥലത്തെ പറ്റി ഇങ്ങനെ എന്താ പറയാ ആഗ്രഹിച്ച് മോഹിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയേക്കാണ്. ഈ പുറകിലൊരു പുക പോലെ കണ്ടില്ലേ? ഈ സംഭവം എന്താ, ഈ വെള്ളം വീണിട്ട് അതിന്റെ എന്തോ ഒരു പേര് പറഞ്ഞല്ലോ അതിന്. അത് നടക്കുന്നതാണ്. ആ വെള്ളം മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ പറയാ, ഞങ്ങൾ അതിന്റെ അടുത്ത് പോയിട്ടില്ല. ഞങ്ങൾ പാർക്ക് ചെയ്തപ്പോ എത്രയാ, നമ്മള് മണിക്കൂറിന് $10 എത്രയും കൂടാണ് പാർക്കിങ്. അപ്പൊ നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നടക്കാം. ഇവിടെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫോണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. കാരണം ഈ സംഭവങ്ങൾ മുഴുവനും ഫുള്ള് വേറെ വേറെ കളറാവില്ലേ, അപ്പൊ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അതുപോലെ വേറെ ഒന്നുമില്ല. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കട്ടെ കേട്ടോ. ചിലപ്പോ എന്റെ ഈ വീഡിയോ 2 പാർട്ടുകളായിട്ടാവും വരുന്നത്. പറയാൻ പറ്റില്ല, ലെങ്തിനനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പൊ ഞങ്ങള് ഇപ്പോ നമ്മുടെ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തെന്ന പേര്, നയാഗ്ര സിറ്റി ക്രൂയിസസ്. നമ്മൾ ആദ്യം ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെയും ഇങ്ങോട്ട് വന്ന് അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ട്രിപ്പാണ്. നമ്മൾ ഇന്നലെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 31 ആണ് അഡൽസിന്. അപ്പോൾ ഇൻക്ലൂഡിങ് ടാക്സ് ഒരു 35. ഓക്കെ, ഞങ്ങൾ 4 പേരുണ്ട്. 4 പേര് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആക്ച്വലി അപ്പുറത്താണെന്നുകൊണ്ട് ക്യൂട്ടോ, അപ്പുറത്തേക്ക് പോവാം, വരൂ. അപ്പൊ നമുക്ക് ക്യൂവിൽ നിൽക്കാം. എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് വലിയ പേടിക്കണ്ട. എന്തായാലും ടിക്കറ്റ് നമുക്ക് കിട്ടും. പിന്നെന്താ, ഒന്നുമില്ല പ്രത്യേകിച്ച്. നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ വേഗം വാ. കുറെ താഴേക്കിങ്ങനെ ചുറ്റി പോവാനുണ്ട്. അവിടെ ഇവിടെ ടിവിയിൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ടോ, അതാണ് ഇത്ര ഇരുണ്ടിരിക്കുന്നത്. നമുക്ക് അധികം വൈകാതെ നല്ല വെളിച്ചത്തേക്ക് പോവാം. അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണാം. നമുക്കിത് ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അതിന്റെ സൗണ്ട് ഓഡിയബിൾ ആണോന്ന് അറിയില്ല. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈനിൽ ആൾക്കാർ പോകുന്നുണ്ട് മോളിന്റെ വള്ളിൽ കൂടെ. എന്റെ പുറകിൽ കുറച്ച് പേരിങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവരും മാസ്ക് ഇട്ടിട്ടാണ് നടക്കുന്നത്. മാസ്ക് കമ്പൽസറി ആണ്. ഇപ്പൊ നമ്മുടെ മെയിലിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ ഒരു QR കോഡ് വന്നിട്ടുള്ളത്.
അപ്പോ QR കോഡ് ഇവിടെ എവിടെയോ കാണിക്കണം, ഇതുവരെ എത്തിയിട്ടില്ല QR കോഡ് കാണിക്കുന്ന സ്ഥലം. നമ്മുടെ ലിസ്റ്റിന്റെ അവിടെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ലിസ്റ്റ് വന്നിട്ടില്ല, എന്നിട്ട് ലിസ്റ്റ് താഴേക്കാന്നുണ്ടല്ലേ പോവാ, താഴെ മൂലയ്ക്കാന്നുണ്ട് സംഭവങ്ങൾ എടുക്കുന്നത്. നമ്മൾ ഇറങ്ങിയ ഒരു നിഗൂഢമായ സത്യത്തോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുന്നിലത്തെ വ്യൂ കാണിച്ചു കഴിഞ്ഞാൽ മുന്നിലൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ മുന്നിലത്തെ വ്യൂ കാണിക്കാത്തത്. പിന്നെ കുറെ പിക്ചേഴ്സൊക്കെ വരച്ചതാണെന്ന് തോന്നുന്നുണ്ട്, വരച്ചതോ ഫോട്ടോ എടുത്തതൊക്കെ ഉണ്ട് ഇവിടെ പിക്ചേഴ്സ്. നല്ല ചൂടുള്ള ദിവസമാണ്, 31 ആണ്. അടിപൊളി പിക്ചർ. അതൊക്കെ ഫോണിൽ വരണം. ഫോണിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി ഫോണിൽ കാണാനായിട്ട് തോന്നുന്നു. എല്ലാ സീസണിലും പറ്റിയ ഒന്ന് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് നയാഗ്ര. QR കോഡ് കാണിച്ചു. ഞങ്ങൾ ഇപ്പോ ജാക്കറ്റ് ഒക്കെ ഇട്ടു. അപ്പൊ ഒരു തിന്നായിട്ടുള്ള ഒരു സംഭവമാണ്. കാനഡക്കാർക്ക് റെഡും അമേരിക്ക എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സംഭവം ബ്ലൂ ആയിരിക്കും. അപ്പൊ എല്ലാരും ഭയങ്കര സെറ്റായി നിൽക്കുകയാണ്. ജാക്കറ്റ് ജാദുവിനെ പോലെ എല്ലാരെയും കാണാനായിട്ട്. തലേക്കുള്ളതുണ്ട്. ഇതൊക്കെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നനഞ്ഞു കുളിക്കും. ഓൾറെഡി എന്തായാലും നമ്മൾ കയ്യിൽ ഡ്രസ്സൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്, അതൊന്നും വലിയ കുഴപ്പമില്ല. എന്നാലും നോക്കാം എത്രത്തോളം നനയുന്നുള്ളത്. കാരണം അവിടെയൊക്കെ കണ്ടില്ലേ, നല്ല പുക പോലെയാണ് പോണത്. അപ്പോ ഇത്രയും പുക അവിടെ ഇവിടേക്ക് നമുക്ക് ചെറിയ മഴച്ചാറിന് പോലെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ അടുത്തെത്തുമ്പോഴത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവം. എന്താണ് എഴുതിയിട്ടുള്ളത്? ഇത്രയാണ് നീളം. ഹൈറ്റ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ലെങ്ത് കുറവായിരിക്കും. എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള ലെങ്ത് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ നനയാൻ പോകുമ്പോൾ നമ്മുടെ ജസ്റ്റ് നനയാതിരിക്കാൻ വേണ്ടി ഇവർ തരുന്ന സംഭവം. വേറെ സേഫ്റ്റി ജാക്കറ്റും സംഭവങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. തലയിലൂടെ ഇതും കൂടി ഇട്ട് ഇവിടെ എവിടെ ഒരു വള്ളിയിലോ ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഒരു കുഴപ്പമില്ല, എല്ലാം സെറ്റ്. നമ്മളിപ്പോ ഇതിലേക്ക് കയറാൻ പോവാണ്. ചീഞ്ഞ ഒരു ഫോണുണ്ട് ഇവിടെ. ഇത് എന്നെ തന്നെയാണ് കാണുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഫോണിന്റെ സ്ക്രീനൊന്നും കാണാൻ പറ്റുന്നില്ല. തൊട്ടപ്പുറത്തെ USA ബ്ലൂ കളർ കോട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സിറ്റുവേഷൻ. കണ്ടില്ലേ, നമ്മുടെ ബോട്ട് നീങ്ങി തുടങ്ങിയിട്ടില്ല. വെള്ളത്തിൽ മൊത്തം ഒരു വലിയ വൃത്തികെട്ട പതയാ. എന്താണ് സംഭവം അറിഞ്ഞൂടാ. ഇനി നമ്മള് ആ ഭാഗത്തേക്കാണ് പോകാൻ പോണത്, ആ അറ്റത്തേക്ക്. നമ്മളിപ്പോ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്ന. അവര് കുറെ നേരം അവിടെ നിർത്തിയിടുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ വേണ്ട ഒരു വാട്ടർഫോൾ ഉണ്ട്, അത് US-ന്റെ ആണ്. ആ ഭാഗം എനിക്ക് അറിയുന്നില്ല എന്തൊക്കെ കാണുന്നത്. എനിക്ക് സ്ക്രീൻ ഒന്നാമത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും അപ്പുറം USA ആണ്, ഇപ്പുറത്താണ് കാനഡ. നമ്മളിങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ചെന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ ഫോൺ തന്നെ ചിലപ്പോൾ എടുത്ത് കൂട്ടി വെച്ച് കളയും. കാരണം അത്ര വെള്ളമാണ് സൈഡിൽ നിന്നൊക്കെ ഉള്ളത്. നോക്കാം നമുക്ക്. അടുത്തോണ്ടിരിക്കുകയാണ്.
ഡ്രസ്സ് മാറേണ്ടി ഒന്നും വരില്ല എന്ന് തോന്നുന്നു. അത്ര നനഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഭയങ്കരമായിട്ട് നനയുന്നൊക്കെ വിചാരിച്ചു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വോയിസ് ഓവർ ഇടേണ്ടി വരും. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ എക്സ്പെക്ടേഷൻ ഒട്ടും കുറവായിരുന്നില്ല സംഭവം. എന്തായാലും പൊളിച്ചു. Last minute item. Or join us backside at Hornblower's Riverside Patio Bar and Grill and enjoy Niagara wines, craft beer, and a selection of delicious entrees, snacks, and sweets. On behalf of Captain and crew, thank you for sailing with Hornblower Niagara Cruises. എന്നാലും ഈശ്വര, ഇത് കാണാനായിട്ട് ഞങ്ങൾ എത്രയും കാലം കാത്തിരുന്നത്. ബോട്ട് നിർത്തണേന്റെ ആണോ വല്ലാത്തൊരു ഭീകര ശബ്ദമൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ നേഗ്രയിലത്തെ ബോട്ടിംഗ് എന്ന പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല വെള്ളമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറ്റത്തെത്തിയപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് നല്ല വെയിലും നമ്മുടെ ചാർജൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോണിൻ്റെ അല്ല കേട്ടോ, എൻ്റെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല നട്ടപ്പാറ വെയിലാണ്. സാധാരണ നാട്ടിലത്തെ വീഡിയോസിലാണ് ഞാൻ ഈ നട്ടപ്പാറ വെയിലത്ത് ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ എന്താണ്ടൊക്കെയോ ഉണ്ട്, കണ്ടില്ലേ? അപ്പുറത്തേക്കാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്കിനി മുകളിൽ കൂടെ നടക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി അതൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ അമ്മോ, ഇതിനുള്ളിൽ കയറിയപ്പോൾ എന്തൊരു സമാധാനം. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇപ്പം രണ്ടും നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. അപ്പോൾ എന്തായാലും സംഭവം നല്ല കിടു എക്സ്പീരിയൻസ് ആയിരുന്നു. ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലങ്ങ് കൊണ്ടുത്തിരി ഇങ്ങനെ നല്ല മഴയത്ത് നിൽക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അതെന്തായാലും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. രണ്ടുപേർക്ക് സിപ്പ് ലൈൻ കയറണമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടെ അവർ കയറോ ഇല്ല എന്താണെന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. സിപ്പ് ലൈൻ എന്ന സംഭവം നമ്മൾ പകുതി വഴി വെച്ച് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇൻക്ലൂഡിങ് ടാക്സ് 83 84 അവരൊരു വലിയകാട്ടൊരു ബില്ല് തന്നു. അതോടുകൂടെ നമ്മൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ കയ്യിൽ വെച്ചേക്കും, ഞങ്ങൾ ഇനി കുറച്ചും കൂടി കാശുണ്ടാക്കിയിട്ട് വരാം, അപ്പോൾ നമുക്ക് സിപ്പ് ലൈൻ ചെയ്യാണ്. എന്നാലും എനിക്കതിൻ്റെ പ്ലാൻ ഉണ്ടാകുന്നില്ല. കാരണം ഞാനങ്ങനെ പോകുമ്പോൾ പൊട്ടി വീണാലോ എന്ന് വല്ലതും എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ലായിരുന്നു. ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് മുതിരാം. ഇവിടെ കൂടെ ദേ ഇങ്ങനെ നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. നല്ല ഹരിതാപവും പച്ചപ്പും ഒരു സൈഡിൽ. എനിക്ക് തോന്നുന്നു ഇത് ഫോളിൽ വരണതാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. നമ്മളിങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ട് കണ്ട് നടക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് US നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ കണ്ടിന്യൂസ് ആയി ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിങ് മിസ് ചെയ്താൽ അത് വല്ലാത്തൊരു മിസ്സിങ് ആട്ടോ. ബോട്ടിങ് എന്തായാലും ചെയ്യണം എല്ലാവരും. അവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടില്ലേ, അതുപോലെയായിരുന്നു നമ്മളെയും കൊണ്ട് നിർത്തിയത്. നമ്മൾ കുറേ നേരം അവിടെ എന്താ പറയുക ഇങ്ങനെ നിന്നു, കുറച്ച് നേരം നനഞ്ഞു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്തായാലും നയാഗ്രയിലത്തെ മെയിൻ വാട്ടർഫോൾ. അപ്പുറത്തൊരു കുഞ്ഞുണ്ട്, അത് നമ്മുടെ കാനഡയുടെ അല്ല, നമ്മുടെ US-ൻ്റെയാണ്. അത് നമുക്ക് വേണ്ട, നമുക്ക് കാനഡയുടെ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ നേരത്തെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒണ്ടാരിയോലൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് കാണാത്തുണ്ടെങ്കിൽ കാണാം. ഞങ്ങൾ എന്തായാലും 2 കൊല്ലത്തോളമായി ഇതൊന്ന് നടത്തിയെടുക്കാൻ ശ്രമിച്ചിട്ട്. ഇവിടെ നിൽക്കുമ്പോഴും ചെറുതായിട്ട് എന്താ പറയുക മഴവെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ പോയപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ക്ലിയർ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ശരിക്കും ഇങ്ങനെ വെള്ളം കിടന്ന് ഇങ്ങനെ പൊന്തുകയാണ്. നല്ല ഇതിൽ നല്ല സൗണ്ടും ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ.
സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ എൻട്രൻസിന്റെ, അതായത് മെയിൻ എൻട്രൻസ് അല്ല, സോറി, ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ഒരു വ്യൂ ഉണ്ട്, അതിന്റെ സൈഡിലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുറെ ഷോപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് സാധനങ്ങൾ വാങ്ങാനും. നല്ല വിലയാണ്. ഇപ്പോൾ എന്താ പറയുക, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങില്ല, അതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട് നയാഗ്രേനെ ഓർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഈ ബാക്കിൽ കാണുന്ന ഷോപ്പുകൾ. ഞാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഫോൾസിൻ്റെ ഒക്കെ കപ്പുണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ കീ ചെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, കാനഡയുടെയും സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമുണ്ട്. പിന്നെ കുറച്ച് ടീഷർട്ടും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. മറ്റുള്ളവരവിടെ ഐസ്ക്രീം വാങ്ങാൻ നിൽക്കണേ. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഐസ്ക്രീം ഇപ്പോൾ കഴിക്കാൻ. കുറച്ച് മുമ്പുണ്ടായിരുന്നു, ഇപ്പം അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരോട് ഐസ്ക്രീം കഴിക്കാൻ നിൽക്കണം. അപ്പോൾ ഞങ്ങളിവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് മിക്കവാറും ഞാൻ ആ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഇത് മൊത്തം ഫ്രഷ് ലീഫാണ്, പ്ലാസ്റ്റിക് അല്ല. നല്ലൊരു സീനറി ആയിരുന്നു ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്. നയാഗ്രയുടെ സീനറിയാണ് മെയിൻ, അതെനിക്കറിയാം. എന്നാലും കൂടെ നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ ഫോട്ടോ. ആ ഫോട്ടോ കണ്ടവർക്ക് മനസ്സിലാവും. ആ കാണുന്ന പാലം കടന്ന US എത്തി. ഇപ്പുറത്തൊരു രാജ്യം, അപ്പുറത്തൊരു രാജ്യം. ആഹാ, എത്ര രസമല്ലേ. ഞങ്ങളുടെ അടുത്ത അഡ്വഞ്ചർ സ്പോട്ടിലേക്ക് പോവാണ്. അഡ്വഞ്ചർ സ്പോട്ടൊന്നുമല്ല, സാധാരണ ഒരു സ്പോട്ട്. അപ്പോൾ ഇതാണ് അമേരിക്കനെയും കാനഡയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഇതിൽ കൂടെ ട്രാഫിക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്കറിയാൻ പാടില്ല. എന്നാലും സംഭവം നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ അപ്പുറത്തൊരു വേറെ രാജ്യം കാണുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തോ ഒരു വ്യൂ കാണാനായിട്ട് മുകളിലേക്ക് പോകുന്നൊരു സംഭവമാണ്. അതിലെന്തായാലും നമ്മൾ കയറുന്നൊന്നുമില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഒരു ക്യാപ്സ്യൂൾ താഴേക്ക് വരുന്നേ, അതിൽ മുകളിൽ പോയി എന്തൊക്കെയോ കാണാൻ തോന്നുന്നു. ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൈ വീലിൻ്റെ അവിടേക്കാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവിടെ എന്തൊക്കെയോ അഡ്വഞ്ചർ മറ്റേ എനിക്ക് കണ്ണ് നേറിയിട്ട് ഒരു രക്ഷയില്ല. നല്ല വെയിലാണ്. എനിക്ക് തോന്നുന്നു ഈ സമയമല്ല ഇതിന് പറ്റിയത്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നാൽ മതി. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ അത്ര കുഴപ്പമില്ല. സംഭവം അവിടെ എന്താ റോളർ കോസ്റ്റർ ഉണ്ട്. സ്കൈ വീല് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ അട്രാക്ഷൻ സ്കൈ വീലാണ്. എന്ത് വന്നാലും അതിൽ കയറണമെന്നായിരുന്നു. കാണുന്നുണ്ടോ സ്കൈ വീൽ ബാക്കി? അപ്പോൾ നമുക്ക് സ്കൈ വീലിന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ. ഇതൊരു പ്രത്യേക ടൈപ്പ് സ്ട്രീറ്റ് ആണ്. നമ്മൾ ചില ഗെയിംസിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു 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 ഒട്ടും റിയലായി തോന്നാത്ത പോലത്തെ ഒരു സ്ഥലം. അവിടെ സ്കൈ വീൽ ഇതാ നിൽക്കുന്നു. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന സ്കൈ വീൽ. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനമായിരുന്നു. നാട്ടിലത്തെ മറ്റേലൊക്കെ കയറാൻ എനിക്ക് നല്ല പേടിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ കയറിയിട്ട് വരാം. അപ്പോൾ ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ക്യാബിൻ വൈസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്.
ഒരു റൗണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ശക്തമായ നിഗമനം ഒരു റൗണ്ടാണ്. നമുക്ക് നോക്കാം. ഐ തിങ്ക് 4 പേർക്ക് എന്തായാലും ഇരിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് ഞങ്ങളിപ്പോ എന്താ പറയാ, യന്ത്രൂഞ്ഞാലിൽ. അയ്യോ, എനിക്ക് ചെറുതായിട്ട് പേടി കണ്ടിട്ട് ഇത് പോകുമ്പോ. പക്ഷെ നമുക്ക് പേടിക്കേണ്ട അത്ര സംഭവങ്ങളൊന്നുമില്ല. എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓ, അടിപൊളി അടിപൊളി. $14 നമുക്ക് ഇതിന് കയറാൻ ചെലവായത്, ഇൻക്ലൂഡിംഗ് ടാക്സ് 16. അപ്പൊ എന്തായാലും സംഭവം കൊള്ളാം. അത്യാവശ്യം നമുക്കിങ്ങനെ നല്ല മോളിൽ നിന്നുള്ള വ്യൂവും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. എനിക്ക് ഇവിടുന്ന് താഴേക്ക് അധികം എടുക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല ഇത് ക്ലിയർ ആണെന്നുള്ളത്. അത്യാവശ്യം കുറച്ച് നടത്തങ്ങൾക്ക് ശേഷം ഞങ്ങളിവിടെ സൈഡായിരിക്കുകയാണ്. നല്ല വെയിലാണ്. കണ്ണൊക്കെ എനിക്ക് എന്താ നേറിയിട്ട് നിക്കക്കളില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് എൻ്റെ പോലെ. ഇവിടെ വില കുറവിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും തോന്നുന്നത്. പക്ഷെ മറ്റൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഈ സ്ട്രീറ്റ് സംഭവങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഒരു രസത്തിൽ ഇങ്ങനെ നടന്നു. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തത്. ഇവിടെ പുറത്തൊരു കാറിന്റെ ഒരു സംഭവം ഉണ്ട്. അതിലാർക്കും കയറാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോവും, ഒന്നും അറിയാൻ പാടില്ല. നമ്മളിവിടെ റേസിംഗ് കാറിന്റെ സൈഡിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റേസിംഗ് കാർ കൊള്ളാം, നല്ല അടിപൊളിയാണ്. അവിടെ കണ്ടില്ലേ, 3 നിലകളിലാണ് സംഭവം കിടുവാണ്. എല്ലാരും കൂടെ റേസ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്കൊരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു. പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കയറിയില്ല. നമ്മള് അടുത്തത് പോകുന്നത് വേൾപൂൾ എന്താണ് എയറോ കാർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഒരു റോപ്പ് വേ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നല്ല തിരക്കുണ്ട്. 10-17 കേട്ടു. ഇനി പോയി നോക്കണം എത്രയാന്നുള്ളത്. അതാണ് ഇപ്പൊ അടുത്തത്തെ ഒരു പരിപാടി. ഇനി പോയി നോക്കട്ടെ എന്തായാലും. അത്യാവശ്യം നല്ല ലൈൻ ഉണ്ട്, കണ്ടില്ലേ, അറ്റത്ത് നല്ല ലൈൻ ഉണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഒരു സംഭവം വരുന്നില്ലേ, അതിൽ കയറാനാണ് പോകുന്നത്. $17. അപ്പോ നമ്മള് അപ്പുറത്ത് അമേരിക്കയിൽ എത്തും. അമേരിക്കയിൽ നമ്മൾ ഇറക്കില്ല, നമുക്ക് പാസ്പോർട്ടൊന്നും വിസ ഒന്നും ഇല്ലല്ലോ. പക്ഷേ വേൾപൂൾ എന്ന് പറയുന്ന സംഭവം കണ്ടോ, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ മിക്സാവ് എന്തോ ചെയ്യുന്നതാണ്. ഇത് അമേരിക്കൻ കാനഡയും കൂടെ യോജിക്കുന്ന സ്ഥലമാണത്. ഇവിടെ വെള്ളവും യോജിക്കുകയാണ്. അപ്പോൾ അതേ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൽ കയറിയിട്ട് പോവാം. ഓക്കെ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ ഞാൻ കറക്റ്റ് കാനഡയിലും US-ലുമായിട്ടാണ് നിൽക്കുന്നത്.
ഇപ്പുറത്തെ സ്ഥലം US ആണ്, അപ്പുറത്തെ സ്ഥലം കാനഡയാണ്. അപ്പൊ നൈസായിട്ട് US വരെ ഒന്ന് പോയി വന്നായിരുന്നു. ഇത് സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. അധികം നേരമൊന്നുമില്ല. 10-14 പേരുണ്ട് ഇതില്. നല്ല വെയിലൊക്കെ പോലൊരു വഴിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് നമ്മൾ നയാഗ്രയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ദോശയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കുത്തിക്കരണം എന്നാണ് ആഗ്രഹം. നോക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മള് കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. നാട്ടിലെ പോലെ തന്നെയുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് കൂടെ ഇന്നത്തെ ട്രിപ്പിന്റെ ഒരു അവസാനമാണ്. അപ്പൊ ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ. നമ്മള് ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറി. വേറെ പരിപാടികളൊന്നുമില്ല, തിരിച്ചു പോവാണ്. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പിന് സെറ്റാക്കാം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പൊ ഞാൻ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരയ്ക്കും ബൈ.